കൊച്ചി വിമാനത്താവളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ്, പക്ഷെ കേരളത്തിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായാണ് വിദേശത്ത് നിന്ന് ഓമന മൃഗങ്ങളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ആരംഭിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് ആനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സേവനം കൊച്ചി വിമാനത്താവളത്തിൽ ലഭിച്ച് അതിൽ പ്രകാരം ആദ്യമായാണ് ഒരു ഓമന മൃഗം വിമാനത്താവളം വഴി കേരളത്തിലേക്ക് എത്തിയത്. ചേലക്കര സ്വദേശി രാമചന്ദ്രനാണ് പൂച്ചക്കുട്ടിയുമായി ഇങ്ങോട്ടേക്ക് എത്തിയത്. അതിനുശേഷം പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് ഈ പൂച്ചക്കുട്ടിയെ പുറത്തേക്ക് ഇറക്കിയത്. നാളെയും സമാനമായ രീതിയിൽ വളർത്തുമൃഗങ്ങൾ എത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ വളർത്തുമൃഗങ്ങൾക്ക് അസുഖങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതിൽ ക്വാറന്റൈൻ സംവിധാനം വിമാനത്താവളത്തിനകത്ത് തന്നെ ഏർപ്പെടുത്തും. അതിനുശേഷം 15 ദിവസത്തിന് ശേഷമായിരിക്കും ഈ അസുഖ ബാധിതരായ ഈ വളർത്തുമൃഗങ്ങളെ പുറത്തേക്ക് വിടുക. അങ്ങനെ പൂർണ്ണമായ പരിശോധനകളൊക്കെ നടത്തിയ ശേഷമാണ് ഈ മൃഗങ്ങളെ പുറത്തേക്ക് വിടുക. ഇന്ന് ഏകദേശം 11:00 കൂടിയാണ് ഈ ഇവ എന്ന് പറയുന്ന പൂച്ച ഇങ്ങോട്ടേക്ക് എത്തിയത്. ചേലക്കര സ്വദേശിയാണ് എത്തിയത്. പൂച്ചയാണെങ്കിലും പൂച്ചയ്ക്കും ഉണ്ട് പാസ്പോർട്ടൊക്കെ വിഷ്ണു. അശ്വിനി, പാസ്പോർട്ട് ഉണ്ട്. 340 റിയാൽ ആണ് അതിന്റെ ഒരു ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചെലവായ തുക. സർട്ടിഫിക്കേഷൻ പ്രോസസ്സിന് 7 ദിവസമാണ് സമയമെടുക്കുക. അതെല്ലാം ഈ ടിക്കറ്റ് എടുക്കുന്നത് ഏത് കമ്പനിയാണോ അവർ തന്നെ അതെല്ലാം ചെയ്തു കൊടുക്കും. അങ്ങനെ ഇനി അങ്ങോട്ടേക്ക്, അതായത് വിദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വളർത്തുമൃഗങ്ങളെ കൊണ്ടുവരുന്നതിന് ആളുകൾക്ക് ആശങ്ക വേണ്ട. നേരത്തെ അത്തരത്തിൽ ആശങ്കകൾ ഉണ്ടായിരുന്നു, പലരും അവിടെ ഉപേക്ഷിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. അതൊക്കെ ഒഴിവാക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാകും. ഇതിപ്പോൾ തന്നെ ഇവർക്ക് വഴിയിൽ നിന്ന് ലഭിച്ച ഒരു പൂച്ചക്കുട്ടിയാണ്. അതിനെ അവിടെ ഉപേക്ഷിച്ചു വരാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചത്. അത് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി.